ഞാൻ സന്തോഷമായി പറഞ്ഞ പോലെ കണ്ടാൽ എല്ലാവരും ഹാപ്പിയാണ്. ഇനി പറഞ്ഞ പ്രേക്ഷകരെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇവയെ ഭാസ്കറിലേക്ക് എത്തുന്ന പോലെ നല്ലൊരു ക്യാരക്ടറാണ്. അയാളുടെ കരിയറിലൊരു നല്ലൊരു ടേണിംഗ് പോയിന്റ് ആവുമ്പോൾ ഈ സിനിമയോട് കൂടി ഇല്ല ഈ പറഞ്ഞ പോലെ ആ ഒരു ത്രില്ലർ മോഡ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടൂവേർഡ്സ് എൻഡ് വരെ. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇവരുടെ സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് എല്ലാ ടെക്നിക്കൽ ക്രൂ വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ത്രില്ലർ ജോണറിലായതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ പ്രേക്ഷകർക്ക് ഫീൽ ഉണ്ടാവും. തിയേറ്ററിൽ വരിക എന്നുള്ളതാണ്. വിഷ്വൽ ട്രീറ്റ് ആണ്. ഓക്കെ, സൗണ്ട് എഫക്ട്സ് എക്സ്ട്രോണറി ആണ്. തിയേറ്ററിൽ വന്ന് കണ്ടാലേ ആ വിഷ്വൽ ട്രീറ്റ് ആൻഡ് സൗണ്ട് എഫക്ട് മനസ്സിലാവുള്ളൂ. തിയേറ്ററിൽ വരണം. പടവും ഗംഭീര പടമാണ്. ട്രൈ ചെയ്തു. ഹീറോ പുതിയൊരു താരം ഒരു സംശയമില്ല. ഉറപ്പിച്ചു. ഈ ചേട്ടനാ പറയുന്നത്. ഹലോ ഈ ചേട്ടനും പറയുന്നു. രണ്ട് ചേട്ടന്മാരും പറയുന്നുണ്ട്. കാരണം ഒരുപാട് സപ്പോർട്ട് ഞാൻ പുതിയൊരാളെന്നുള്ള രീതിയിൽ അല്ല, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് ഈ പടത്തിൽ. അങ്ങനെ ഒരാളൊറ്റയ്ക്ക് വിടാൻ പറ്റില്ല. രണ്ടുപേരും കലക്കി പറഞ്ഞു. കംപ്ലീറ്റ് ടി എസ് സുരേഷ് ബാബു ഫിലിം, കംപ്ലീറ്റ് ഡയറക്ടർ ഫിലിം. ഓക്കെ, expect unexpected. That's all. Come and watch and enjoy. പിന്നെ പുതിയൊന്നും പറയാൻ പറ്റില്ല. കാരണം മമ്മൂക്കയുടെ കൂടെ ഒരുപാട് പറയാൻ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ വരുവാനാണ്. അപ്പോൾ അത് നല്ലൊരു ഭാഗ്യമാണ്. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഈ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭാസ്കർ അടിപൊളിയായിട്ടുണ്ട്. എന്നെ അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു. ടെൻഷനുണ്ടോ സാർ? തീർച്ചയായിട്ടും ഉണ്ട്. ടെൻഷനുണ്ട്. രണ്ട് കാര്യത്തിന്. ഒന്ന്, പ്രൊഡ്യൂസർക്ക് ഒരു റിട്ടേൺ. പിന്നെ ഒരു ഹീറോ ഒരാളെ നമ്മൾ നന്നായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവി തന്നെ പ്രശ്നമാകും. കാരണം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്.